കരമന കൊലപാതകം നടന്ന സ്ഥലത്ത് DCP നിതിൻ രാജ് സന്ദർശനം നടത്തുന്നു. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് വേണു അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം DCP നിതിൻ രാജ് സംഭവസ്ഥലത്തെത്തിയത്. ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തോടൊപ്പമാണ് അദ്ദേഹം അവിടെ എത്തിയത്. അദ്ദേഹം സംഭവസ്ഥലം സന്ദർശിച്ചതിന് ശേഷം നിലവിൽ ഫോറൻസിക് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അദ്ദേഹം തേടുന്നത്. കൊലപാതകം നടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ട്. കരമന SHO ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏത് രീതിയിൽ നിൽക്കണമെന്ന കാര്യം ഉൾപ്പെടെയാണ് DCP സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ഉള്ള പോലീസ് അന്വേഷണത്തെക്കുറിച്ചും തുടർന്നുള്ള പോലീസിൻ്റെ നീക്കങ്ങളെക്കുറിച്ചും ആരൊക്കെ കസ്റ്റഡിയിലായെന്ന് ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഉള്ള പ്രതികരണം നിതിൻ രാജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ DCP ഈ സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പ്രത്യേകമായി ശേഖരിക്കേണ്ടതുണ്ടോ, എന്തൊക്കെയോ വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കരമന SHO ഒപ്പം തന്നെ ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളുമായി നിലവിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് പൂർത്തിയായതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. കേസിൽ പ്രതികൾ ഉൾപ്പെടെ പിടിയിലായിരുന്ന ചില അഭ്യൂഹങ്ങളുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ആരൊക്കെയാണ് പിടിയിലായത്, ഏതൊക്കെയാണ് പോലീസിൻ്റെ സംശയങ്ങൾ, ഏതൊക്കെ തരത്തിലാണ് അന്വേഷണം എങ്ങനെ പോകുന്നു ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ DCPയുടെ ഒരു പ്രതികരണം, പോലീസിൻ്റെ ഒരു ഒഫീഷ്യൽ വേർഷൻ എന്തായാലും വരാനുള്ള സാധ്യതയുണ്ട്. വേണം ജയശങ്കർ, നേരത്തെ ഷഫീദ് പറയുന്നുണ്ടായിരുന്നു ഈ കരമന അനന്തു വധക്കേസിലെ പ്രതികൾ തന്നെയാണ് ഇവരും. അന്ന് ആ കൃത്യത്തിന് ശേഷം പ്രതികൾ തമിഴ്നാട്ടിലേക്ക് കടന്നുവന്ന്. അപ്പോൾ ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ, അതോ ആരെങ്കിലും കസ്റ്റഡിയിലായിട്ടുണ്ടോ, എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുന്നുണ്ടോ ജയശങ്കർ? അതായത് നിലവിൽ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒരാൾ കസ്റ്റഡിയിലെന്നാണ്. ഇതും പോലീസ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. DCP പരിശോധന പൂർത്തിയായി പുറത്തെത്തുന്ന ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഉൾപ്പെടെ മറുപടി തരാൻ സാധ്യതയുണ്ട്. കൃത്യമായി പ്രതികളുടെ വിവരങ്ങൾ ഈ കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് ശേഖരിച്ചു. ഇവരുടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ശേഖരിക്കാനായി. കൃത്യമായി ഇതിന് പിന്നിൽ ആരൊക്കെയാണ്, ഇതിനുള്ള കാരണം എന്ത് എന്ന വിഷയത്തിൽ ഉൾപ്പെടെ പോലീസിന് നിമിഷ സമയം കൊണ്ട് തന്നെ എത്തിച്ചേരാനായി. പ്രതികൾ തിരുവനന്തപുരം വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. ഈ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളെ ചോദ്യം ചെയ്യുന്നതാണ് വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ DCP ഒരു പ്രതികരണം നടത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കൃത്യമായി തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്ത് കൃത്യമായി കുറ്റപത്രം നൽകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അല്പം മുമ്പ് ഇവിടെ എത്തിയ മന്ത്രി ശിവൻകുട്ടി വീഴ്ചയില്ലാത്ത അന്വേഷണം ഉണ്ടാകുമെന്നും പ്രതികളെല്ലാവരും തന്നെ പിടിയിലാകും, പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നുവെല്ലാം തന്നെ പ്രതികരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിലും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടി വേണമെന്ന നിർദ്ദേശമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തലസ്ഥാനത്ത് വലിയ തോതിൽ ഇത്തരത്തിലുള്ള അതിക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. പോലീസിന് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ കൃത്യമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകും. ഒപ്പം തന്നെ ഈ മരിച്ച ആൾക്കും അക്രമി സംഘത്തിനുമുള്ള ലഹരി മാഫിയുമായുള്ള ബന്ധവും പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇവർക്ക് ഈ തരത്തിലുള്ള ബന്ധമാണോ, ഇതുമായി ബന്ധപ്പെട്ട വൈരാഗ്യമാണോ ഏതെങ്കിലും തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് നിലവിൽ പരിശോധിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസിൻ്റെ അന്വേഷണം നിലവിൽ പുരോഗമിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ പോലീസിൻ്റെ ഒരു ഒഫീഷ്യൽ വേർഷൻ ഇനി പുറത്തു വരാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തേണ്ട ഒരു വ്യക്തിയാണ് നിലവിൽ ഉള്ളിലുള്ളത്, DCP എന്ന് പറയുന്നത്. അദ്ദേഹം പുറത്തെത്തുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതികരണം ഉണ്ടാകും. എന്തായാലും കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കാനുണ്ട്. ആ ഉത്തരങ്ങളെല്ലാം തന്നെ അല്പസമയം കൊണ്ട് തന്നെ മറുപടി ലഭിക്കുമെന്നാണ് വേണു പ്രതീക്ഷിക്കുന്നത്. ജയശങ്കർ, നേരത്തെ വി ശിവൻകുട്ടി വരികയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തല്ലോ. അപ്പോൾ കുറച്ച് നാളുകളായി മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. വീണ്ടും ഇങ്ങനെ ഈ ഗുണ്ടാ സംഘങ്ങൾ, ലഹരി സംഘങ്ങളൊക്കെ ഏറ്റുമുട്ടുന്നു, അത് കൊലപാതകത്തിലേക്ക് പോകുന്നു, ആ സൂചനകളൊക്കെ മന്ത്രി നൽകുകയുണ്ടായി. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അതായത് മന്ത്രി പൂർണ്ണമായും പോലീസിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ നമ്മൾ പൊതുവിൽ തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തനം നടത്തുന്നവർ എന്ന രീതിയിൽ തലസ്ഥാനത്തെ ക്രൈം റേറ്റ് പരിശോധിക്കുമ്പോൾ പൊതുവിൽ കഴിഞ്ഞ 5-6 മാസങ്ങളായി തലസ്ഥാനത്ത് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അതിനെന്നും പൂർണ്ണമായി പ്രതിരോധിക്കാൻ പോലീസിനാകുന്നില്ല. കൃത്യം നടന്നതിന് ശേഷം മാത്രമാണ് ഒരു പോലീസ് ഇടപെടൽ ഉണ്ടാകുന്നത്. അതിനുശേഷം പ്രതികളെ പിടിക്കുന്ന കാര്യങ്ങൾക്കുൾപ്പെടെ എത്തുന്നു. പക്ഷേ ഒരു കൃത്യം നടക്കാതെ തടയുന്നതിൽ പോലീസിന് പല ഘട്ടങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്.
നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ മന്ത്രി അതൊന്നും അംഗീകരിക്കുന്നൊരു നിലപാടില്ല. പക്ഷേ ഏതൊരു കൃത്യമുണ്ടായാലും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുന്നുണ്ട്. കൃത്യം തടയുന്നതിൽ മാത്രമാണ് പോലീസിന് ചില ഘട്ടങ്ങളിൽ വീഴ്ച സംഭവിക്കുന്നത്. പൂർണ്ണമായി പോലീസിനെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ തലസ്ഥാനത്തൊരു ക്രൈം റേറ്റ് പരിശോധിക്കുമ്പോൾ അത് പ്രതിരോധിക്കുന്നതിൽ പോലീസിന് ചില പാകപ്പിഴകൾ ഉണ്ടായി എന്ന് ഉറപ്പാണ്. ഇന്നലെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടും പോലീസിന് ഇതിന് മുന്നേ ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രദേശത്ത് ഇത്തരം അക്രമം ഉണ്ടാവുമെന്ന പറഞ്ഞോളൂ ജയശങ്കർ. മതിയോ? ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. DCP ഇപ്പോൾ ഈ കരമന അഖിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്.